അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഓണം സീരീസിന്റെ 6th ഡേ ആയ ഇന്ന് നമ്മൾ എന്താക്കാൻ പോകുന്നറിയോ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ സ്വന്തം കൂട്ടുകറിയാണ്. അപ്പൊ കൂട്ടുകറിയുടെ റെസിപ്പി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്റെ സ്റ്റൈലിലും ചിലപ്പോ വേണ്ടിക്ക് കണ്ണൂർ സ്റ്റൈലിലും വേണ്ടിക്ക് പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കൂട്ടുകറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കിയാലോ? ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കൂട്ടുകറി ഉണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ്സ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകറിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിത് തലേന്ന് രാത്രി കടല വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 6 to 7 hours മേലെ ആയിട്ടുണ്ട്. അപ്പൊ എന്നിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ കടല ചേർത്ത് കൊടുത്തിട്ട്, ഞാൻ കല്ലുപ്പ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂണിന്റെ അളവിൽ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പ് ചേർത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്ന, കടല മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. വെള്ളത്തിന്റെ ക്വാണ്ടിറ്റീന്റെ അളവ് ഞാൻ പറയുന്നില്ല, അതിന് പകരം കടല മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഉണ്ടാകണം. നമ്മൾ എന്നിട്ട് ഒരു 3 വിസിലിനാണ് കുക്കറിൽ വെക്കാൻ പോകുന്നത്. അത് 1 ടീസ്പൂണിന്റെ അളവിലെ കല്ലുപ്പ് ഞാൻ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ സാധാരണ ഉപ്പ് എപ്പോൾ ഇടുന്ന പോലെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പ് ആയതുകൊണ്ടാണ് 1 ടീസ്പൂണിന്റെ അളവിൽ ഇട്ടത്. ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് ഞാൻ എന്നിട്ട് മൂടി വെച്ചിട്ട് വിസിൽ വെച്ചിട്ട് ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് 3 വിസിൽ വെച്ച് കൊടുക്കുന്നത്. 3 വിസിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ സെയിം ടൈം നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എന്തെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ കഷ്ണം ചേനയും ഒരു ചെറിയ കഷ്ണം പംകിനും ഒരു പച്ചക്കായുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എല്ലാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒക്കെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് 3ഉം കൂടി ഞാൻ ഇനി കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. വേവിച്ച് വെച്ച കടലേന്റെ അതിന്റെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ 1 വിസിൽ കൂടി ഇതെല്ലാം കൂടി വെക്കുക ചെയ്യുന്നത്. അതായത് കുക്കറിൽ 3 വിസിലിന് കടല വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ 3 വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തിട്ട് 1 വിസിലും കൂടി എക്സ്ട്രാ ഞാൻ വെക്കുക ചെയ്യുന്നത്. വെള്ളം ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണം. വെള്ളം ഇല്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ വെജിറ്റബിൾസ് എല്ലാം മുങ്ങിക്കിടക്കാനുള്ള പാകത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് 1 വിസിലും കൂടി വെച്ച് കൊടുക്കുക കുക്കർ. നമ്മളെ കുക്കർ ഇവിടെ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അരവ് റെഡിയാക്കി എടുക്കാം. അരവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ 1 പച്ചമുളകും അതിന്റെ കൂടെ 1 ടീസ്പൂണിന്റെ അളവിൽ ജീരകവും എടുത്തിട്ടുള്ളത്. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം, കുറച്ച് വെള്ളവും ചേർത്തിട്ട്. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഒരു മണ്ണിന്റെ ചട്ടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. മണ്ണിന്റെ ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ ചട്ടി ചൂടായി വരാൻ വെയിറ്റ് ചെയ്യാം. ചട്ടി ചൂടായതിനു ശേഷം അതിൻ്റെ അകത്തേക്ക് ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. നിങ്ങളും കഴിഞ്ഞും വെളിച്ചെണ്ണ എടുക്കാൻ ശ്രമിക്കുക, കാരണം ഓണസദ്യക്ക് പ്രധാനമായിട്ടും വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പൊ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് കടു പൊട്ടിച്ചു കൊടുക്കാം. അതായത് കടു ആഡ് ചെയ്ത് കടു പൊട്ടിയതിനു ശേഷം കായ്മുളകും നമ്മൾ കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. കായ്മുളക് ഞാൻ 2 എണ്ണം എടുത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ കരിവേപ്പില ഞാൻ 4 തണ്ടിന്റെ അളവിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കരിവേപ്പില കൂടുതൽ വേണ്ടിയിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് ചതച്ചതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഞാനൊരു 4-5 അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചതച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ കായും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിന്റെ അളവിൽ കായും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നമുക്ക് ഒരു സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മിക്സ് ചെയ്തുകൊണ്ട് വെക്കുന്നതിന്റെ നടുവിൽ നമ്മളെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു കൈപ്പിടിന്റെ അളവിൽ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. തേങ്ങാക്കൊത്ത് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 1 ടീസ്പൂണിന്റെ അളവിൽ കുരുമുളക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിയല്ല, കുരുമുളക് തന്നെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. കുരുമുളകും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് അതിനുശേഷം ഞാൻ 1 കൈപ്പിടിന്റെ അളവിൽ തേങ്ങ ചിരവിയതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിമും ഹാഫ് ഫ്ലെയിമും വെച്ചിട്ട് ഇതൊരു ഗോൾഡനിഷ് ബ്രൗൺ ആകുന്നവരെ നമുക്ക് വാട്ടിയെടുക്കാം. അപ്പൊ അതൊരു ഗോൾഡനിഷ് ബ്രൗൺ ആകുന്നവരെ നമുക്ക് വാട്ടിയെടുക്കുന്ന ടൈം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. ഇപ്പൊ ഏകദേശം ഒരു ഗോൾഡനിഷ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടലയും വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് ഓർമ്മയില്ലേ? ചേനയും പച്ചക്കായും മത്തങ്ങയും ആണ്. അതിന്റെ കൂടെ വേവിച്ച കടലയും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് ഉള്ളത്. അപ്പൊ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക്.
അപ്പം നന്നായി മിക്സ് ചെയ്ത് ഉടച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ എൻ്റെ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രത്യേകമായിട്ട് ഞാനിവിടെ കല്ലുപ്പ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ പൊടിയുപ്പ് ഉപയോഗിക്കുന്നുണ്ട് അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കല്ലുപ്പ് തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക കേട്ടോ. 1/4 ടീസ്പൂണിൻ്റെ അളവിൽ മഞ്ഞൾ പൊടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണിൻ്റെ അളവിൽ മല്ലിപ്പൊടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഒരു എക്സ്ട്രാ മസാലകളും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമത്. അപ്പോൾ അരവ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആ സെയിം ജാറിൽ, അതായത് മിക്സിൻ്റെ ജാറിൽ 1/4 ഗ്ലാസിൻ്റെ അളവിൽ വെള്ളം ആഡ് ചെയ്തിട്ട് ആ അരവ് ഒന്നും കൂടി കൈകൊണ്ട് ഇതാക്കിയിട്ട് ആ വെള്ളം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഞാൻ എടുത്തിട്ടുള്ള വെള്ളം നമ്മൾ നേരത്തെ കടല വേവിക്കാൻ വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ ചൂടുവെള്ളം കേട്ടോ എടുത്തിട്ടുള്ളത്. വേറെ തണിഞ്ഞ വെള്ളമൊന്നും അല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മളെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ കേട്ടോ ഉള്ളത്, ഹൈ ഫ്ലെയിമിലൊന്നും അല്ല. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് ഇനി കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ക്രഷ് ചെയ്തിട്ടാണ് കുരുമുളക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ശേഷം നമുക്ക് ഈ കൂട്ടുകറി ഇനി കുറുക്കിയെടുക്കാം. അത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിം വെക്കേണ്ടിക്ക് വെക്കുക കേട്ടോ, പക്ഷേ അന്നേരം അടിക്ക് പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് കുറുക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ കൂട്ടുകറി ഏകദേശം തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഇതിൻ്റെ മേലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെച്ചിട്ട് നമ്മൾ ആക്കിയ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു അടുപ്പിലേക്ക് ചട്ടി വെക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊരു 10 to 15 മിനിറ്റ്സ് ഇതൊന്ന് മൂടിയിട്ട് തന്നെ വെക്കാം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. കാരണം അതൊന്ന് കുറുകി വരും ആ ചട്ടി തന്നെ ആകുമ്പോൾ, അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ്സിന് ശേഷം ഞാനിവിടെ ചട്ടീൻ്റെ മൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ തിക്നെസ്സും ആ ഒരു ഗ്രേവിൻ്റെ ഇതൊക്കെ. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നില്ലേ? ഞാൻ അറിഞ്ഞില്ലേ, വളരെ സിമ്പിൾ ആയിട്ട് 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കൂട്ടുകറീൻ്റെ റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ടൈം കൂട്ടുകറി സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ ഓണസദ്യക്ക്. റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ സദ്യയിലെ പ്രധാനമായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത്. അതുപോലെ നമ്മൾ ഓണം സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോണ്ടിരിക്കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. പ്രധാനമായിട്ടും നമ്മൾ ഓണം സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു റെസിപ്പി പോലും വിട്ടുപോകാണ്ടിരിക്കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോൾ അപ്ഡേറ്റ് ആയിട്ട് വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഓണം സീരീസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയണേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നല്ലൊരു റെസിപ്പി ആയിട്ട് നാളെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.